എല്ലാവർക്കും ധ്രുവാസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുഡിംഗ് ഉണ്ടാക്കി നോക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, മിൽക്ക്, പിന്നെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഷുഗറും എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനും ഒരു ഇതും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിടാം. മുട്ട പൊട്ടിച്ച് നന്നായിട്ട് മിക്സിയിൽ ഇളക്കി കൊടുക്കാം. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, തമാശയ്ക്ക്. മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് കൊടുക്കാം. പകുതി ഇട്ടാൽ മതി കേട്ടോ. ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും ആവശ്യത്തിന് കോൺഫ്ലവറും ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരുപാട് മിക്സ് കുറച്ച് നേരം മിക്സ് ചെയ്തതിന് ശേഷം അത് തിക്കിലി വരും. ഇത് കണ്ടില്ലേ, ഇത് ഞാനിപ്പോൾ കുറേ നേരം മിക്സ് ചെയ്ത് തരാം, തിക്കിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നേരത്തെ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, പകുതി ഇട്ടിട്ടുള്ളൂ, പകുതി ഇവിടെ ബാക്കിയുണ്ട്. ശേഷം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കുക. ചൂട് തണിഞ്ഞിട്ട് ഇടാവൂ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ്. അടപ്പുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൂളാവാൻ വെക്കാം, തണുപ്പിക്കാൻ വെക്കാം ഫ്രിഡ്ജിൽ. നമ്മൾ തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം 2 മണിക്കൂർ 2, 3, 4 മണിക്കൂർ വെച്ചതിന് ശേഷം ഇതെടുക്കാം. അപ്പം എടുക്കാം. നമ്മളെ പുഡിംഗ് നന്നായിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഈ പുഡിംഗ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പുറത്തെ ഭാഗം കാണിച്ചു തരാം ഗൈസ്. കണ്ടില്ലേ പുഡിംഗ്. അമ്മമ്മ പയലൂടെ പോയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് പുഡിങ്. കട്ട് ചെയ്യട്ടെ അമ്മേ, കട്ട് ചെയ്താൽ പിന്നെ ഇങ്ങനെ കാണുകയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കട്ട് ചെയ്യട്ടെ. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തു. എൻ്റെ വീട്ടിൽ 4 ആൾക്കാർ അല്ലേ, 4 ആൾക്കാരാണുള്ളത്. അന്നേരം 4 പീസ് കട്ട് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് നോക്കാം. പൊള്ളിയാണ് ഗൈസ്, എന്തൊരു ടേസ്റ്റ്. അമ്മമ്മയ്ക്ക് കൊടുക്കാം. അമ്മമ്മ പറഞ്ഞ അച്ഛന് കൊടുക്കാം. സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ കഴിച്ചു കൊടുക്കാം.
ഗൈസ് എല്ലാവർക്കും കാണാം.